അപ്പോൾ ഞാൻ കണക്ക് വായിക്കാം. 1 a - b ദ ഹോൾ സ്ക്വയർ, 2 10 - 9 ദ ഹോൾ സ്ക്വയർ, 3 a + b ദ ഹോൾ സ്ക്വയർ, 4 -9 + 10 ദ ഹോൾ സ്ക്വയർ. അടുത്ത് 5 10 - 9 സ്ക്വയർ -9 സ്ക്വയർ + 10 അടുത്ത കണക്ക്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടതിൻ്റെയും ബ്രാക്കറ്റ് ഇടാത്തതിൻ്റെയും വ്യത്യാസങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ. അപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി ആയതുകൊണ്ട് കുറച്ച് വിശദമായിട്ടായിരിക്കും പറയുന്നത്. പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുട്ടികൾ ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ വേണ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഇത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കണക്കിലേക്ക് പോകാം. ഒന്നാമത്തെ കണക്ക് a - b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ a - b എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഗുണിക്കാൻ വേണ്ടിയിട്ട് a - b ഇൻറ്റു a - b എന്ന് നമുക്ക് വിശദമായിട്ട് എഴുതാം. അപ്പോൾ അതിനെ ഗുണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതി ഗുണിക്കാം. ഇത് പല പ്രാവശ്യം എഴുതി കാണിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഇത് പല പ്രാവശ്യം എഴുതുമ്പോഴായിരിക്കും, പല കണക്കുകളും കാണുമ്പോഴായിരിക്കും വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് ആദ്യം എയും കൂടെ ഗുണിക്കാം. അതായത് a ഗുണം a എന്ന് പറയുന്നത് ഈ എയുടെ ഇരട്ടിയാണ് ഈ എയും. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ എഴുതും? a സ്ക്വയർ. മറിച്ച് a അധികം a എന്ന് പറഞ്ഞാൽ 2a എന്നാണ് അർത്ഥം. അപ്പോൾ ആ രണ്ട് വ്യത്യാസവും മനസ്സിലായി എന്ന് വിചാരിക്കും. a ഇൻറ്റു a സ്ക്വയർ, a ഇൻറ്റു - b, അപ്പം പ്ലസ് a ഇൻറ്റു മൈനസ് a ഇൻറ്റു b a b. ഇനി അടുത്ത് -b ഇൻറ്റു a. അപ്പോൾ ഈ എയുടെ ചിഹ്നം എന്ന് പറയുന്നത് പ്ലസ് ആണ്. പ്ലസ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ എഴുതാത്തത്. അപ്പം -b ഇൻറ്റു a എന്ന് പറയുമ്പോൾ -ba. അപ്പം നമുക്ക് മുകളിൽ ab എന്നെഴുതുന്നതും ba എന്നെഴുതുന്നതും തമ്മിൽ തുല്യമാണ്. അപ്പോൾ നമുക്ക് -ab എന്നെഴുതാം. ഇനി -b ഇൻറ്റു -b. അപ്പോൾ പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് b ഇൻറ്റു b സ്ക്വയർ. നമ്മൾ ഈ എയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി നമുക്കിതിനെ കൂട്ടുമ്പോൾ a സ്ക്വയർ -2ab പ്ലസ് b സ്ക്വയർ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. a - b സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ വിശദമായിട്ടുള്ള രൂപമാണ് a സ്ക്വയർ -2ab പ്ലസ് b സ്ക്വയർ. നമ്മൾ ഇക്വേഷൻ കണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് നമുക്കൊരു കണക്ക് ചെയ്യാം. രണ്ടാമത്തെ കണക്കിലേക്ക് പോവാം. 10 - 9 ദ ഹോൾ സ്ക്വയർ. അപ്പം നമ്മൾ ഇതനുസരിച്ചൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തു. ഒന്നാമത്തെ ആ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ഈ കണക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് വെറുതെ ചെറിയ കണക്കായതുകൊണ്ട് ചെയ്യാം. 10 ന്ന് 9 കുറച്ചാൽ 1, 1ൻ്റെ സ്ക്വയർ. അത് എളുപ്പമാണ്. പക്ഷേ ഒരു കുട്ടിക്ക് ആ ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ കണക്ക് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന് സിമ്പിൾ കണക്കിട്ടതാണ്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നതും ബ്രാക്കറ്റിന് പുറത്ത് കിടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസവും കുട്ടികൾക്ക് മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ട്. അപ്പം 10 - 9 ഇൻറ്റു 10 - 9 ഇതിനെ വിശദീകരിച്ച് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതിനെ ഗുണിക്കുമ്പം 10 - 9 ഗുണം 9. അപ്പോൾ ഈ 10 ഗുണം 10 100. 10 ഗുണം -9 നമ്മൾ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഭാഗത്തു നിന്ന് ചെയ്യുന്നത് കേട്ടോ. ഇക്വേഷൻ അറിയാമല്ലോ അല്ലേ? 10
ഗുണം -9. അപ്പം +10 ഗുണം -9 എന്ന് പറയുമ്പോൾ -9 90. ഇനി -9 ഗുണം 10 -90. ഇനി 9 -9 ഗുണം -9 +81. അപ്പോൾ ഇനി നമുക്കിത് കൂട്ടാം. 10 100 ഇവിടെ 10 എഴുതിയുള്ളൂ. 100 -180 +81. അതായത് 181 -180 സമം 1. ഇതാണ് ആൻസർ. അതായത് 10 -9 സമം 1 ദ ഹോൾ സ്ക്വയർ ആണ്. അത് 1 ഗുണം 1 1 തന്നെയാണ്. ആൻസർ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്ത മൂന്നാമത്തെ കണക്ക് 3 a + b ദ ഹോൾ സ്ക്വയർ. അതായത് a + b × a + b. ഇത് കുറേ തവണ പല കണക്കുകളിലായിട്ട് ചെയ്തപ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലോണം മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നത്. a + b × a + b. ആൾജിബ്ര ആകുമ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് ഗുണിക്കുന്നത്. a² a × a square plus a × b ab. അടുത്ത് ഇവിടെ b × a ba എന്നുള്ളത് നമുക്ക് മുകളിൽ ab എന്ന് എഴുതിയിരിക്കുന്നത്, താഴെ നമുക്ക് ab എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. അടുത്ത് b × b b സ്ക്വയർ. a സ്ക്വയർ പ്ലസ് 2 ab ആണ്. അപ്പം 2ab പ്ലസ് b സ്ക്വയർ. ഇത് 8ാം ക്ലാസ്സിലെ കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ കണക്ക് ഇതുപോലെയുള്ള കണക്കുകൾ പരീക്ഷയ്ക്ക് വരും. ഇനി നമുക്ക് വേറൊരു പേപ്പറിൽ അടുത്ത കണക്ക് ചെയ്യാം. അടുത്ത കണക്ക് നമുക്ക് ആ ഈ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യാം. -9 + 10 ദ ഹോൾ സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് തന്നെയാണ്, പക്ഷേ മൈനസ് ഇവിടെ ആദ്യം വന്നു, +10. അപ്പോൾ ഇങ്ങനെ വന്നാലും കുട്ടിക്ക് ചെയ്യാൻ മനസ്സിലാകണം. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലും കുട്ടിക്ക് വേണ്ടിയിട്ട് ഇട്ടത്. അപ്പോൾ നമ്മളിതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? -9 + 10 ഇൻറ്റു -9 + 10. അപ്പോൾ നമുക്ക് ഗുണിക്കാം. -9 + 10 ഗുണം -9 + 10. -9 ഗുണം -9 രണ്ടിടത്തും മൈനസ് വന്നു. അപ്പം 9 81. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അടുത്ത് -9 ഗുണം 10 90 -90. അടുത്ത് 10 ഗുണം 9 -9. അപ്പം -90. 10 ഗുണം 10 100. അപ്പോൾ 81 -180 പ്ലസ് 100 -180. ഇവിടെ നമുക്ക് ഈ 81 100 കൂടെ കൂട്ടി എഴുതാം. 181 കുറയ്ക്കുമ്പോൾ 1. ആൻസർ കിട്ടി. +1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അതാണ് ഇവിടുത്തെ ആൻസർ. അപ്പം ഇത്രയും സിമ്പിളായിട്ട് ഉള്ള കണക്ക് ഇത്ര വിശാലമായിട്ട് എന്തിന് ചെയ്തു എന്ന് ചോദിച്ചാൽ
ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഈ ഇക്വേഷൻ അനുസരിച്ച് ചെയ്യണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകൾ പരീക്ഷാ പേപ്പറിൽ ഉണ്ടായിരിക്കണം. അതാണ് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. 5ാമത്തെ ക്വസ്റ്റ്യൻ. 10 - 9 സ്ക്വയർ. അതായത് 10 - 9 ഇൻറ്റു 9 എന്നാണ്. ബ്രാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ 9ന് മൈനസ് വരില്ല. ഇതാണ് പലരുടെയും സംശയം. അതായത് ഈ 10 - 9 സ്ക്വയർ കുറയ്ക്കുക. അതായത് ബ്രാക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 9 എണ്ണം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പം 10 - 9 × 9. അപ്പം നമ്മളെ നിയമം അനുസരിച്ച് ഗുണിക്കാനോ ഹരിക്കാനോ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യണം. അല്ലെങ്കിൽ എന്നിട്ട് കൂട്ടാൻ കുറയ്ക്കുകയും ചെയ്യാനുള്ളത് ചെയ്യാവൂ. അപ്പോൾ 9 × 9 81 - 81. അപ്പം വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ -81 നിന്ന് 10 കുറയ്ക്കുമ്പോൾ -71. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ -9നെ നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവരാം. ആദ്യം കൊണ്ടുവരാം. -9 സ്ക്വയർ പ്ലസ് 10. അതാണ്. അതായത് -9 സ്ക്വയർ എന്ന് വെച്ചാൽ -9 9 എണ്ണം. അടുത്ത് പ്ലസ് 10. നേരത്തെ പോലെ തന്നെ ഗുണിക്കാനുള്ള ആദ്യം ചെയ്യാം. 9 × 9 81 മൈനസ് പ്ലസ് 10. അപ്പോൾ ആൻസർ -71. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കണക്കുകളെല്ലാം കുട്ടികൾക്ക് ഉപകാരം എന്ന് തോന്നിയാൽ അവരുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഇതിൽ കുറിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. ധാരാളം പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ പറയുന്നത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള പലരും ഇത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേന്ന് പറയുന്നത്. നിങ്ങൾ കമൻ്റ് ഇട്ടാലും അത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതെത്തും. ഷെയർ ചെയ്താലും നിങ്ങളുടെ ഫ്രണ്ട്സിന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഈ കണക്കുകൾ വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക. അവർക്ക് പ്രയോജനം ചെയ്യട്ടെ. നമസ്കാരം.